നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 12 വ്യാഴാഴ്ച. പതിവ് പോലെ ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹ്റിനിലെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശുദ്ധ റമദാനോടനുബന്ധിച്ച് ബഹ്റിനിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പ്രവൃത്തി സമയം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പ്രഖ്യാപിച്ചു. ഇതുപ്രകാരം മന്ത്രാലയങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാകും പ്രവൃത്തി സമയം. ഇത്തവണ ഫെബ്രുവരി 18 വ്രതാരംഭം കുറിക്കാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിശാസ്ത്ര ഗവേഷകൻ അലി അൽ ഹാജരി അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ 30 നോമ്പുണ്ടാകുമെന്നും മാർച്ച് 20 ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. റമദാൻ പ്രമാണിച്ച് അർഹരായ സ്വദേശികൾക്ക് ഇരട്ടി അലവൻസും വൈദ്യുതി നിരക്കിൽ ഇളവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ റമദാൻ കാലയളവിൽ പകൽ സമയത്ത് പൊതുസ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വ്യോമയാന മേഖലയിൽ ചരിത്രപരമായ നീക്കവുമായി എയർ ഏഷ്യ എക്സ്. ബഹ്റിനെ തെക്ക് കിഴക്കൻ ഏഷ്യയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ ആദ്യ ആഗോള ഹബ്ബായിട്ടാണ് എയർ ഏഷ്യ എക്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2026 ജൂൺ 26 മുതൽ കൊലലംപൂർ, ബഹ്റിൻ, ലണ്ടൻ സർവീസുകൾ ഇവർ ആരംഭിക്കും. മനാമയിൽ നടന്ന ഇത് സംബന്ധിച്ച ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ, നൂർ അൽ ഖലീഫ്, എയർ ഏഷ്യ CEO ബോലിംഗം, ടോണി ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു. ബഹ്റിനും ലണ്ടനും ഇടയിൽ യാത്രക്കാരെ നേരിട്ട് കയറ്റാൻ അനുവാദമുള്ള 5th ഫ്രീഡം പദവിയോടെയാണ് എയർലൈൻ സർവീസ് നടത്തുക. ഇതോടെ ബഹ്റിൽ നിന്നും ലണ്ടനിലേക്കും കൊലലംപൂരിലേക്കും നേരിട്ട് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ അവസരമൊരുങ്ങുമെന്നും കമ്പനി അധികൃതർ ലോഞ്ചിങ് ചടങ്ങിൽ അറിയിച്ചു. മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് വെട്ടിപ്പ് നടത്തിയ ഇസാടൗണിലെ ഇലക്ട്രോണിക് മെഗാ സ്റ്റോർ ഉടമകളായ സ്വദേശി കുടുംബത്തിന് ഹൈ ക്രിമിനൽ കോടതി കനത്ത ശിക്ഷ വിധിച്ചു. ബഹ്റിനി സ്വദേശികളായ ഉടമയ്ക്കും മക്കൾക്കും 3 വർഷം വീതം തടവും അതോടൊപ്പം പിഴയും കുടിശ്ശികയും ഉൾപ്പെടെ ആകെ 8,21,201 ദിനാർ അടക്കാനാണ് ഉത്തരവ്. 83,000 ദിനാർ നികുതി വെട്ടിച്ചതിനെ തുടർന്ന് NBR നിർദ്ദേശപ്രകാരം സ്ഥാപനത്തിൻ്റെ ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട്. സർക്കാർ ഇന്ധനക്കാർഡുകൾ ദുരുപയോഗം ചെയ്ത് പണം തട്ടിയ പൊതുമേഖലാ ജീവനക്കാരന് 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. മറ്റ് 11 പ്രതികൾക്ക് വിവിധ കാലയളവിൽ ശിക്ഷയും ഇതിൽ 5 പേരെ നാട് കടത്തുവാനും കോടതി ഉത്തരവിട്ടു. 212 വാഹനങ്ങളിലായി നടത്തിയ വ്യാജ ഇടപാടുകളിലൂടെ സർക്കാരിന് വലിയ നഷ്ടമാണ് ഇവർ വരുത്തിയത്. 17 വയസ്സുകാരിയെ സോഷ്യൽ മീഡിയ വഴി ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ യുവാവിനെ സൈബർ വിഭാഗം പിടികൂടി. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗത്തിൽ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. അപരിചിതർക്ക് വ്യക്തിഗത വിവരങ്ങൾ കൈമാറരുതെന്നും ഭീഷണികൾ നേരിട്ടാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. പരീക്ഷാ ഭയം അതിജീവിക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിജു M. തോമസ് നയിച്ച സെമിനാർ ശ്രദ്ധേയമായി. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, സെക്രട്ടറി ശ്രീകാന്ത് MS, ബിജു ചന്ദ്രൻ, പ്രദീപ് പുറവങ്കര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 50ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് സെമിനാറിൻ്റെ ഭാഗമായത്. ഗൾഫ് മലയാളി ഫെഡറേഷൻ്റെ കലണ്ടർ വിതരണോദ്ഘാടനം മനാമയിൽ നടന്നു. GCC പ്രസിഡന്റ് ബഷീർ അമ്പലായയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ GCC ചെയർമാൻ റാഫി പാങ്ങോട് കലണ്ടർ ബഹ്റിൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി കാസിം പർത്തക്കയലിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം നടന്ന യോഗത്തിൽ സംഘടനയുടെ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റായി നജീബ് കടലായിയെയും വൈസ് പ്രസിഡന്റായി അലക്സ് ബേബിയെയും തെരഞ്ഞെടുത്തു. ICF പ്രകാശതീരം ദ്വിദിന ഖുർആൻ പ്രഭാഷണത്തിന് നാളെ മൊഹ്റഖ് സയാനി ഓഡിറ്റോറിയത്തിൽ തുടക്കമാകും. സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ ഷാഫി സക്കാഫി മുണ്ടമ്പ്ര പ്രഭാഷണം നടത്തും. വിശുദ്ധ റമദാൻ മാസത്തെ മുന്നോടിയായി 2012 മുതലാണ് ICF പ്രകാശതീരം എന്ന പേരിൽ ഖുർആൻ പ്രഭാഷണ പരിപാടി ആരംഭിച്ചത്. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിലുണ്ടായ ദാരുണമായ അപകടത്തിൽ 55 വയസ്സുകാരൻ മരണപ്പെട്ടു. സീഫ് ഏരിയയ്ക്ക് സമീപം ഹമർ ടൗൺ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് അപകടം നടന്നതെന്ന്
ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മരിച്ചയാൾ ഏഷ്യൻ പൗരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപകടം നടന്ന ഉടനെ തന്നെ ട്രാഫിക് പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ബഹ്റിൽ നിന്നും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ ഇവയൊക്കെയാണ്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com ലഭ്യമാണ്. ഇനി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശനിയാഴ്ച വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.